ഹലോ മക്കളെ, വെൽക്കം ടു എജ്യൂപോർട്ട്. എല്ലാ മക്കൾക്ക് എജ്യൂപോർട്ടിലേക്ക് സ്വാഗതം. മക്കളെ, നിങ്ങൾ തമ്പ് കണ്ടുവന്നാന്ന് അറിയാമല്ലേ? വളരെ കുറഞ്ഞ മിനിറ്റ് കൊണ്ട് തന്നെ ഒരുപാട് മാർക്ക് വാങ്ങാം. ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടോ ഇവിടെ? എന്നാലൊന്ന് കയറി നോക്കിയിട്ട് തന്നെ കാര്യം എന്ന് വിചാരിച്ച് നിങ്ങൾ വന്നതല്ലേ? എന്നാൽ അത് ശരി തന്നെയാണ്. നിങ്ങൾ ഒരിക്കലും പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യമില്ല. നോക്കാം മക്കളെ, നമ്മുടെ എക്കണോമിക് ഗ്രോത്ത് ആൻഡ് എക്കണോമിക് ഡെവലപ്മെന്റ് അല്ലേ, സാമ്പത്തിക വളർച്ചയും സാമ്പത്തിക വികസനവും എന്നുള്ള ചാപ്റ്ററിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ അങ്ങോട്ട് കൂടുതൽ മാർക്ക് വാങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. അതിലെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. മെൻഷൻ ലിമിറ്റേഷൻസ് ഓഫ് ദി പെർ ക്യാപിറ്റ ഇൻകം ആസ് എ ഡെവലപ്മെന്റ് ഇൻഡെക്സ്. എടാ, പ്രതിശീർഷ വരുമാനത്തിന്റെ പരിമിതികൾ എഴുതുക എന്നാണ്. പ്രതിശീർഷ വരുമാനത്തിന്റെ പരിമിതികൾ എന്തൊക്കെയാണെന്ന്. എടാ, ഒന്നാമത് തന്നെ പെർ ക്യാപിറ്റ ഇൻകം ഈസ് ആൻ ആവറേജ് ഇൻകം. ഇതൊരു ശരാശരി ഇൻകം ആണ്. ഫോർ എക്സാമ്പിൾ എന്താണ്? അസ്യൂം ദാറ്റ് ദ പെർ ക്യാപിറ്റ ഇൻകം ഓഫ് എ കൺട്രി ഈസ് ദ 4000. പിന്നോട് ഓക്കെ മക്കളെ, നോക്കുന്നത് ഏകദേശം പ്രതിശീർഷ വരുമാനം ശരാശരി വരുമാനം. ഉദാഹരണത്തിന് എന്ത് ചെയ്യുന്നുണ്ട്? ഒരാൾക്ക് 40,000 രൂപയാണെന്ന് കരുതുക. എന്താണിത്? വന്നിട്ടുണ്ട്. 40,000 രൂപയാണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഇത് ഇത്രയും വരുമാനം ലഭിക്കുന്നു എന്നല്ല, കോടികൾ വരുമാനം ഉള്ളവരും വരുമാനം തീരെ കുറഞ്ഞവരും ഈ കണക്കിൽ ഉൾപ്പെടും. എടാ, കോടികൾ വരുമാനമുള്ളവരും കുറഞ്ഞ വരുമാനമുള്ളവരും ഈ കണക്കിൽ ഉൾപ്പെടും. ഇത് സംഖ്യാപരമായ കണക്ക് കൂട്ടലുകൾ മാത്രമാണ്. അതുപോലെ തന്നെ പ്രതിശീർഷ വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക വികസനം കണക്കാക്കുമ്പോൾ ദാരിദ്ര്യ സമ്പന്ന വിഭാഗങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ജീവിത ഗുണമേന്മ എന്ത് ചെയ്യില്ല, കൈവരിച്ചു എന്ന് അവകാശപ്പെടുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു ലിമിറ്റേഷൻസ് ആണ് കേട്ടോ. അതുപോലെ തന്നെ സമ്പത്തിന്റെ വളർച്ച കണ്ടോ, കൺസേൺഡ് ഓൺലി വിത്ത് എക്കണോമിക് ഗ്രോത്ത്. ഇത് എന്തിനു മാത്രമാണ്? നോക്കിയാൽ സമ്പത്തിന്റെ വളർച്ചക്കപ്പുറം അതിന്റെ തുല്യമായ വിതരണവും അതുവഴി ഉണ്ടാക്കുന്ന സാമൂഹിക ക്ഷേമവും ഈ വികസന സൂചിക പരിഗണിക്കുന്നില്ല. വെറും പൈസന്റെ ഗ്രോത്ത് മാത്രമേ ഏത് നോക്കുള്ളൂ, ഈ പെർ ക്യാപിറ്റ ഇൻകം നോക്കുള്ളൂ. അപ്പോൾ അതൊരു ലിമിറ്റേഷനാണ്. വാട്ട് ഡു യു മീൻ ബൈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്? എന്താണ് സുസ്ഥിര വികസനം? സുസ്ഥിര വികസനത്തിന്റെ 3 എയിംസുകൾ, ലക്ഷ്യങ്ങൾ എഴുതുക എന്നുള്ളത്. എന്തൊക്കെയായിരുന്നു മക്കളെ? ഒന്ന്, വരും തലമുറക്ക് അവരുടെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇവിടെ കുറേ മരങ്ങളുണ്ട്. ഈ മരങ്ങൾ മുഴുവൻ നമ്മൾ വെട്ടിയിട്ട് നമ്മൾ ഇവിടേക്കുള്ള ടേബിള്, വാതില്, കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിച്ചു. എന്നാൽ വരും തലമുറക്ക് അപ്പോൾ അവർക്കും ഉപയോഗിക്കണ്ടേ? അവർക്കും ഈ ചെടികളും മരങ്ങളൊക്കെ ഇവിടെ വേണ്ടേ? അപ്പോൾ വരും തലമുറക്ക് കൂടി അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള കഴിവിൽ കുറവ് വരാതെ ഇന്നത്തെ തലമുറ അവരുടെ ജീവിത ആവശ്യങ്ങൾ നിറവേറ്റുന്ന സമീപനമാണ് എന്തെന്ന് പറഞ്ഞാൽ സുസ്ഥിര വികസനം അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞത്. എന്ന് വെച്ചാൽ വരും തലമുറക്ക് കൂടി വേണം നമ്മൾ മാറ്റിവെക്കണം. അല്ലാതെ ഇവിടെയുള്ള മരങ്ങൾ മുഴുവൻ ഇപ്പം തന്നെ നമുക്ക് തീർക്കാം, ഇവിടെയുള്ള മണലുകളൊക്കെ നമുക്ക് ഇപ്പം തന്നെ തീർക്കാം, ഇപ്പം ഇവിടെയുള്ള പാറക്കെട്ടുകൾ നമുക്ക് മുഴുവൻ ഇപ്പം തന്നെ തീർക്കാം. അങ്ങനെയല്ല, മറ്റുള്ളവർക്കും കൂടി വേണം, അല്ലെങ്കിൽ വരും തലമുറക്ക് വേണ്ടി വേണം എന്നുള്ളതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഇതിന്റെ ലക്ഷ്യങ്ങളെ മക്കളെ, എൻവയോൺമെന്റൽ ഗോൾസ്, ഒന്ന് പരിസ്ഥിതിക ലക്ഷ്യങ്ങൾ, രണ്ടാമത്തെ എക്കണോമിക് ഗോൾസ്, മൂന്നാമത്തെ സോഷ്യൽ ഗോൾസ് അല്ലേ, സാമ്പത്തിക ലക്ഷ്യങ്ങൾ, സാമൂഹിക ലക്ഷ്യങ്ങൾ, പാരിസ്ഥിതിക ലക്ഷ്യങ്ങൾ. ഇതൊക്കെയാണ് 3 എന്തെന്ന് പറഞ്ഞാൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഡ്രോ ദി ഡയഗ്രാം റിലേറ്റഡ് ടു എക്കണോമിക് ഗ്രോത്ത്. സാമ്പത്തിക വളർച്ചയെ ബന്ധപ്പെട്ടുള്ള ഡയഗ്രാം വരക്കുക. എന്തിനായിട്ടാണ്? റിലേറ്റഡ് ടു എക്കണോമിക് ഗ്രോത്ത്, സാമ്പത്തിക വളർച്ചയെ പറ്റിയിട്ടുള്ള. മക്കളെ കണ്ടോ, സാമ്പത്തിക വളർച്ചയുടെ ഒരു ഡയഗ്രാം കണ്ടോ? ഒന്ന് സാമ്പത്തിക വളർച്ച, അതിലെന്തൊക്കെയായിരുന്നു? ഒന്ന്, ഇൻക്രീസ് ഇൻ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ, എന്ന് വെച്ചാൽ വ്യാവസായിക ഉൽപ്പാദനം എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നുണ്ട്. ഇൻക്രീസ് ഇൻ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർഷിക ഉൽപ്പാദനം കൂടുന്നുണ്ട്. അതുപോലെ തന്നെ സേവന മേഖല വളരുന്നുണ്ട്. ഗ്രോത്ത് ഇൻ സർവീസ് സെക്ടർ, ഇൻക്രീസ് ഇൻ പർച്ചേസിംഗ് പവർ, വാങ്ങൽ ശേഷി കൂടുന്നുണ്ട്. എടാ, നമുക്ക് സ്വാഭാവികമായിട്ട് സാമ്പത്തിക വളർച്ച, പൈസ ഉണ്ടായി കഴിഞ്ഞാൽ ഇതൊക്കെ കൂടൂലേ? ഓട്ടോമാറ്റിക്കലി കൂടില്ലേ? വാങ്ങൽ ശേഷി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കടകളിൽ പോയിട്ട് പൈസ ഉണ്ടെങ്കിൽ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങൂലേ? അത് തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ എക്കണോമിക് ഗ്രോത്ത് ആൻഡ് എക്കണോമിക് ഡെവലപ്മെന്റ്? എടാ, സാമ്പത്തിക വളർച്ചയും സാമ്പത്തിക വികസനവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? എക്സാമിന് ചോദിക്കുന്ന ഒരു ടേബിൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. ഇത് അങ്ങോട്ട് പഠിച്ചു വെക്കുക. സാമ്പത്തിക വളർച്ചയും സാമ്പത്തിക വികസനം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലും അക്ഷരത്തിൽ കൊടുത്തിട്ടുണ്ടാവും. ഇവിടെയും ഇതാ നിങ്ങൾക്ക് മലയാളം മീഡിയക്കാർക്ക് വേണ്ടവർക്ക് മലയാളം മീഡിയം, ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് വേണ്ടവർ ഇംഗ്ലീഷ് മീഡിയം. ഇതെന്ത് ചെയ്യുക? നന്നായിട്ട് നോക്കുക. എക്കണോമിക് ഗ്രോത്തും എക്കണോമിക് ഡെവലപ്മെന്റും സാമ്പത്തിക വളർച്ചയും സാമ്പത്തിക വികസനവും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഇത്രയും മക്കളെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിൽ ചോദിക്കാവുന്ന മാക്സിമം മാർക്ക് നിങ്ങൾ എന്ത് ചെയ്തു? സ്കോർ ചെയ്ത് കഴിഞ്ഞു. സെറ്റല്ലേ മക്കളെ? ഹാപ്പി അല്ലേ? ഓക്കെ അല്ലേടാ? അപ്പോൾ ബൈ.